കെ ശശിക്കെതിരായ പരാതിയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടർ ചാനലിന് ലഭിച്ചു. ഡിവൈഎഫ്ഐ വനിതാ നേതാവ് പരാതിയിൽ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. തുടർച്ചയായി ശല്യം ചെയ്തതിനെ തുടർന്നാണ് പരാതിപ്പെടാൻ തയ്യാറായതെന്ന് യുവതി അതിൽ കുറിക്കുന്നുണ്ട്. CPM-ന്റെ പാലക്കാട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എന്നെ ശശി മണ്ണാർക്കാട് പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിച്ചു. വനിതാ വളണ്ടിയർമാരുടെ ചുമതല എന്ന് പറഞ്ഞാണ് വിളിപ്പിച്ചത്. 2-3 തവണ ഇക്കാര്യം സംസാരിക്കാൻ പാർട്ടി ഓഫീസിലേക്ക് പോയി. എന്നെ ഏൽപ്പിച്ച ചുമതലകൾ ഞാൻ ഭംഗിയായി നിർവഹിച്ചു. ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ വനിതാ വളണ്ടിയർമാർക്ക് യൂണിഫോം വാങ്ങാൻ പണം എന്നെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. പണം വാങ്ങാൻ ഞാൻ വിസമ്മതിച്ചു. എന്നാൽ നിർബന്ധിച്ച് പണം നൽകാൻ ശശി ശ്രമിച്ചു. തൊട്ടടുത്ത ദിവസം പാർട്ടി ഓഫീസിൽ പോയപ്പോൾ എന്നെ കടന്നുപിടിച്ചു. ഞാൻ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി. എനിക്ക് കടുത്ത മാനസിക വിഷമവും സമ്മർദ്ദവും ഉണ്ടായി. അതിനടുത്ത ദിവസം വനിതാ നേതാക്കൾക്കൊപ്പം ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളിൽ നിൽക്കുമ്പോൾ ശശി അടുത്തെത്തി. എനിക്ക് മുഖലക്ഷണം അറിയാം. സഖാവിന്റെ മുഖം കണ്ടിട്ട് നല്ല ടെൻഷനാണെന്ന് തോന്നുന്നു. അത് ഉടൻ മാറും. ശശി പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. ശശിയിൽ നിന്നും പരമാവധി ഞാൻ ഒഴിഞ്ഞു മാറി. ഞാൻ അടുത്ത ചില സുഹൃത്തുക്കളോടും സഖാക്കളോടും ഇക്കാര്യം പറഞ്ഞു. പാർട്ടി സമ്മേളനം നടക്കുന്നതിനാൽ വിവാദമാക്കേണ്ട എന്ന് ചിലർ ഉപദേശിച്ചു. ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പാർട്ടിയിൽ പരാതി നൽകി നടപടിയെടുപ്പിക്കാമെന്ന് ഉറപ്പ് നൽകി. പിന്നെ കുറച്ചു കാലത്തേക്ക് ശശിയുടെ ശല്യം ഉണ്ടായില്ല. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശശി ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്താൻ ആരംഭിച്ചു. ഭീഷണി, പ്രലോഭനം, വശീകരണം എന്നിവ ഉണ്ടായി. പഴങ്ങിയാലുള്ള ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ഓഫീസിൽ പോകാൻ പോലും എനിക്ക് ഭയമായി. യുവതി പരാതിയിൽ പറയുന്നു. കെ ശശിക്കെതിരായ പരാതിയുടെ വിശദാംശങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് നവമാധ്യമങ്ങളിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കകത്തു നിന്നും കെ ശശിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.